ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, ഇവിടെ ആ സഭാപുരോഹിതന്റെ വാക്കുകൾ താങ്കൾ ശ്രദ്ധിച്ചു കാണാം. അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. നിർബന്ധപൂർവം ഇത്തരത്തിലുള്ള ഇടപെടൽ നടത്തുകയാണെങ്കിൽ അത് തിരുത്തേണ്ടതാണ്, സഭാ നേതൃത്വത്തെ അത് അറിയിക്കും, ഒരു തിരുത്തൽ നടത്തുമെന്ന ഇത്തരത്തിലുള്ള ഒരു വാക്കുകളെ, ഇടപെടലുകളെ താങ്കൾ അങ്ങനെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, തിരുത്താൻ വേണ്ടി ശ്രമിക്കുമായിരിക്കും. അച്ഛൻ ഈ രംഗത്ത് വന്ന സ്ഥിതിക്ക് നെയ്യാറ്റിൻകര ഒന്നും അത് കേൾക്കൂല. ഈ ഒരച്ഛൻ രംഗത്ത് വന്നത് നട്ടലോടുകൂടി ഒരു അച്ഛൻ പ്രതികരിച്ചു. അച്ഛൻ്റെ സ്ഥിതി ഇനി എന്താണെന്ന് 2-3 മാസം കഴിഞ്ഞിട്ട് എനിക്ക് പറയാൻ നോക്കൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് അത്ര ഒരു ഗൂഢാലോചന നടത്തുന്ന ബാച്ചാണ് മറുഭാഗം. അതുകൊണ്ട് ഒരു ന്യായം ഇതിൽ നടക്കുമെന്നുള്ള പ്രതീക്ഷയില്ല. പക്ഷേ ന്യായമൊക്കെ ഇവിടെ നടക്കും. ഈ ഇന്ത്യ രാജ്യത്ത് നീതി ന്യായമൊക്കെ ഇവിടെ നടക്കും. അത് ഞങ്ങൾക്കറിയാം. ഈ പോലീസ് എടുത്തില്ലെങ്കിൽ കോടതിയിൽ പോവും. കോടതിയും കേരളത്തിലും എല്ലാവരും ഇങ്ങനെ തന്നെ നിൽക്കണമെങ്കിൽ കേന്ദ്രത്തിൽ പോവും. ഇതിൻ്റെ പുറകെ ഞങ്ങളുണ്ടാവും. ഇവർ ഭയക്കണില്ല. എല്ലാ രാഷ്ട്രീയക്കാരനും ഭയക്കണതിന് കാര്യം വോട്ടിൽ മറിച്ച് തോപ്പിച്ച് കളയുമെന്നാണ്. എന്നെയും കഴിഞ്ഞ കോവളത്ത് നിന്നപ്പോൾ ഇവർ പുറകെ നടന്ന് ഉപദ്രവിച്ചു. ഇവരെന്നും തിണ്ണാരങ്ങാൻ ഞാൻ പോയിട്ടില്ല, പോവുകയും ഇല്ല. അതുകൊണ്ട് അഭിപ്രായം ഉറച്ചു. വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, ഒരു നിമിഷം. അഡ്വക്കേറ്റ് ആന്റോ മാർസലിൻ, KLCA മുൻ പ്രസിഡന്റ് നമ്മോടൊപ്പം ചിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം താങ്കൾ ശ്രദ്ധിച്ചു കാണും. അതായത് ജാതി മാറ്റം, അത് സംവരണം വാഗ്ദാനം ചെയ്തുകൊണ്ട് അങ്ങനെ ലക്ഷക്കണക്കിന് പേരെയാണ് ഇത്തരത്തിലുള്ള ജാതി മാറ്റം, മതം മാറ്റം നടത്തിയത്. എങ്ങനെ കാണുന്നു ഈ ഒരു വിഷയത്തെ താങ്കൾ? തീർച്ചയായിട്ടും ജാതി മാറ്റം നടക്കുന്നുണ്ട്. സംവരണം ലഭ്യമാകാൻ വേണ്ടി അതിന് സഹായകരമായിട്ട് ചില വൈദികരും ചില മെത്രാന്മാരും അതിന്റെ പിന്നിൽ ഉണ്ട്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മെത്രാൻ സഹായകരമായ ഒരു സർട്ടിഫിക്കറ്റ് വേണം എന്ന് ആവശ്യപ്പെടുകയും സർക്കാർ നൽകുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഇവരെന്തിനാണ് അങ്ങനെ ഒരു സഹായ സർട്ടിഫിക്കറ്റ് ജില്ലാ ഓഫീസറിന് കൊടുക്കണം? അപ്പോൾ അതിനകത്ത് ഇതിൽ ഉദ്ദേശമുണ്ട്. തലയെണ്ണം വർദ്ധിപ്പിക്കുക, സഭയിൽ ആളെ കൂട്ടുക, ഞങ്ങൾ ഇത്ര വില ഉണ്ടെന്ന് കാണിക്കുക. അതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനവും ഇല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ജാതിക്കാണ് അല്ലെങ്കിൽ സമുദായത്തിനാണ് സംവരണം. 47-ന് മുമ്പുള്ള ആ ഓർഡറിൽ പറയുന്നുണ്ട്, 2010 ഓർഡറിലൊക്കെ പറയുന്നുണ്ട്, 47-ന് മുമ്പ് മത്സ്യത്തൊഴിലാളി വിഭാഗത്തിന് സംവരണം കൊടുക്കണം, പിന്തുടർക്കാർക്കും. അതാണ് വേണ്ടത്. അത് ചെയ്യാതെ ഈ ഉപജാതികളെടുത്ത് കളഞ്ഞാൽ അവർക്ക് എളുപ്പമായി മുക്കുവനെന്ന് പറയാൻ മടിയുള്ളവർ പോലും ലാറ്റിൻ കാത്തലിക്ക് മാത്രം വച്ചാൽ അവർ കുറച്ചു പേര് വരും. അതായത് ശ്രീ ആന്റോ മാർസലിൻ, ഇവിടെ ജാതിയിൽ, ഈ മതത്തിൽ ആൾക്കാരുടെ എണ്ണം കൂട്ടാൻ ബോധപൂർവം സഭാ നേതൃത്വം നടത്തുകയാണ് ഇതൊക്കെയല്ലേ? അതെ, അങ്ങനെ വേണം കാണാൻ അതിനെ. യെസ്, വളരെയധികം നന്ദി ശ്രീ ആന്റോ മാർസലിൻ, ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചു. ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, തുടരാം. അല്ല, ഇപ്പം അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഈ വിഷയം സർക്കാർ ഗൗരവമായിട്ട് എടുക്കണം. ഇപ്പോൾ ഒരു 100 പേർക്ക് ലാറ്റിൻ കത്തോലിക്ക PSC ടെസ്റ്റിൽ വരണമെങ്കിൽ അതിൽ ഒരു 10 പേർക്ക് ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിയുടെ മക്കൾ അവർക്ക് കിട്ടുന്നുള്ളൂ. അവർ പാവങ്ങൾ കട്ടമരത്തിലും കടലിലും പോയി കുട്ടികളെ പഠിപ്പിച്ച് അവൻ്റെ സംവരണം ഇപ്പോൾ തട്ടിയെടുത്തുകൊണ്ട് പോവുകയാണ്. സാമൂഹ്യ നീതി എന്ന നിലയിലെങ്കിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയൊക്കെ ഇതിൽ ഇടപെടണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. 20-ാം തീയതി രാവിലെ മുഖ്യമന്ത്രിയെ കാണുന്നുണ്ട്. മുഖ്യമന്ത്രിയെ കണ്ട് ഈ തെളിവുകളെല്ലാം കൊടുക്കുന്നുണ്ട്. ഊഹങ്ങൾ പറയുന്നതല്ല, റിട്ടേൺ തെളിവ് കൊടുക്കുന്നുണ്ട്. ഈ കേരളത്തിലെ ഇതിനൊരു പരിഹാരം കാണാൻ കേരളത്തിലെ നമ്മുടെ മുഖ്യമന്ത്രിക്കും മറ്റും കഴിയാതെ വന്നാൽ കേന്ദ്രത്തിനെ സമീപിച്ച് ഇതിനെ ഈ പ്രലോഭിച്ച് മതം മാറ്റത്തിന് NIA അന്വേഷണം ആവശ്യപ്പെടും. ഇതിൻ്റെ പുറകിൽ ഞങ്ങൾ ശക്തമായി ഉണ്ടാവും. ഞങ്ങൾ ചില ആളുകൾ, ചില ബിഷപ്പ് ഹൗസൊക്കെ പറഞ്ഞ കടലാസ് സംഘടനയിലെ ആളുകളെന്നാണ്. കടലാസ് കൊണ്ടായിരുന്നാലും ഈ ബിഷപ്പ് ഹൗസിനെ നേരിടാൻ കടലാസ് മാത്രം മതി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.